അശ്വിൻ ബാലാജി കൂടി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, യഥാർത്ഥത്തിൽ വളരെ ആശ്വാസകരമായ വാർത്തയാണ് പ്രേക്ഷകരെ തേടി വന്നത്. മണിക്കൂറുകളുടെ ഉത്കണ്ഠയ്ക്ക് ശേഷം ഇവരെ കണ്ടെത്തി എന്നുള്ള സന്തോഷകരമായ വാർത്ത. മറ്റു വിവരങ്ങൾ എന്താണ്? എസ് കെ എന്തായാലും ആ മരത്തിന് മുകളിൽ കയറി നമ്മളോട് സംസാരിച്ച സാബുവിനെ പോലെ അങ്ങനെ ഇവർക്ക് വേണ്ടി കാത്തിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ആന്റണി ജോൺ MLA അടക്കം പുലർച്ചെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ അദ്ദേഹം ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. ഇവരുടെ ആശങ്ക ഇവരുമായി പങ്കുവെക്കുകയാണ്. ഏറെ നാളുകളായി ഇങ്ങനെ ഈ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള അല്ലെങ്കിൽ രാത്രിയൊന്നും ഭയന്നിട്ട് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള നാടാണ്. വീടുകളിലേക്ക് പോലും ആനക്കൂട്ടം എത്തുന്ന പ്രശ്നമുള്ളൊരു നാടാണെന്ന് നാട്ടുകാർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആശങ്കയോടെ ജീവിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ഇടുത്തി പോലെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ 3 പേരെയും കാണാനില്ല എന്നുള്ളൊരു വാർത്ത കൂടി എത്തുന്നത്. അപ്പോൾ മുതൽ ഈ നാട് ഇനി എന്താണ് മുന്നോട്ടെന്നറിയാതെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം ഇവരുടെ പ്രശ്നങ്ങൾ ഇവരിപ്പോൾ MLAയുമായി പങ്കുവയ്ക്കുകയാണ്. എന്താ ചേച്ചി, മൊത്തത്തിൽ വന്യജീവികളൊക്കെ ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ടോ? വഴിയിലേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ആനയുടെ MLAയുമായിട്ട് അതാണോ നിങ്ങൾ പറയുന്നത്? അതെ, അതാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം ആന എന്നാ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നടത്തി തന്നെ. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഒന്ന് കുളിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഈ കാട്ടിൽ വന്ന് ഒരു വിറകെടുക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇവിടം വരെയും ആന സന്ധ്യയാകുമ്പോൾ വരും. കാട്ടിൽ കയറാൻ ഒരു നിവൃത്തിയില്ല. അതെ ചേച്ചി ഇപ്പം എന്തൊക്കെയാ പറഞ്ഞു? ഇപ്പം MLAയുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചത്. ഞങ്ങളെ മൊത്തം ആനശല്യമാണ്. സന്ധ്യ 7, 5 മണി ആനകൾ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഒരു രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റണില്ല. ഞങ്ങൾ എണിച്ചിരുന്ന് നേരം വെളുപ്പിക്കുകയാണ്. അങ്ങനെ ഭയങ്കര വീടുകളിലേക്കൊക്കെ വരാറുണ്ട്. വീടിൻ്റെ പരിസരത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിയില്ല മാത്രമല്ല, പരിസരത്തെല്ലാം ആനയാണ്. എപ്പോഴും എന്നും ആനയാണ്. എന്നും ഒരു ദിവസം പോലും ഇല്ലാത്ത ഒരു ദിവസമില്ല. എന്നും ആനയാണ്. എന്തായാലും രാത്രി പോയ ആളുകൾ രാവിലെ പൂർണ്ണ ആരോഗ്യവതികളെ എത്തിയിരിക്കുകയാണ്. അതിലെന്താ നിങ്ങളുടെ നാട്ടുകാരെന്നുള്ളതിൽ ദോഷമുണ്ട്. ഒന്നും വരാണ്ട് പറ്റിയില്ല. ഒന്നും ഭയങ്കര രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല? ഉറങ്ങിയിട്ടില്ല. ഉറങ്ങണമെങ്ങനെയാ അങ്ങനെ പോയേക്കല്ലേ. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങളാണ്, ജീവിത പ്രശ്നങ്ങൾ കൂടിയാണ് ഈ നിമിഷം അവതരിപ്പിക്കുന്നത്. വീടിന് മുറ്റത്ത് പോലും ആന ഇറങ്ങുന്ന പ്രശ്നമുള്ള ഇടമാണ്. മര്യാദയ്ക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. വാഴ വെച്ചതൊക്കെ ആന നശിപ്പിച്ച കഥകളൊക്കെ ഇവർ MLAയുമായി പങ്കുവെക്കുകയായിരുന്നു. ഇവരുടെ പ്രശ്നങ്ങൾക്ക്, വർഷങ്ങളായുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ളത് കൂടി അവർ ഈ നിമിഷം പറയുകയാണ്. എന്തായാലും ഇന്നലെ മുതൽ ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇവർക്കിടയിലൂടെ കടന്നുപോയത്. ആ ഒരു വിഷമ സന്ദർഭം കൂടി അവർ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ പശുവിനെ തിരഞ്ഞവർ അവിടേക്ക് പോകുന്നത്. പിന്നീട് ഒരു വിവരവുമില്ല. 4 മണി വരെ ഫോണിൽ ലഭ്യമായിരുന്ന 3 പേര് പിന്നീട് ഫോണിലും കോള് പോകുന്നില്ല. റേഞ്ച് കട്ടായ പ്രശ്നമുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ആശങ്കയുടെ മണിക്കൂറുകൾ കടന്നവർ വീട്ടിലേക്ക് എത്തിയ സന്തോഷം കൂടി നാട്ടുകാർ പങ്കുവെക്കുകയാണ്. അശ്വിൻ ബാലാജിയാണ് കുട്ടമ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ പപ്പൻ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഈ പശുവിന് എന്ത് പറ്റിയെന്ന് ചോദിക്കൂ. പശുവിനോട് ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ പശു ഇവർ 3 പേരും വരുന്നതിന് വേണ്ടി പശു ആസ് യൂഷ്വൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവരെ കണ്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പശു പോയ വഴിക്ക് തന്നെ പശു തിരിച്ചു. ഇതാണ് പശു. ഈ പശുവിനെ ഓർമ്മ വെച്ചോളൂ. ഈ പശുവാണ് 3 സ്ത്രീകളെ കാട്ടിനകത്താക്കിയതും ഇത്രയും മണിക്കൂറുകൾ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ നമ്മളെ നിർത്തിയതും.